PM ശ്രീ വിദ്യാഭ്യാസ മന്ത്രിയുടെ പത്രസമ്മേളനം മുഖം നഷ്ടപ്പെട്ടത് CPIക്കും പരിഷത്തിനും. എല്ലാ സുഹൃത്തുക്കൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടതിനെ കുറിച്ച് ഉയർന്ന വിവാദ കോലാഹലങ്ങൾക്കിടയിൽ വസ്തുതകൾ വിശദീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പത്രസമ്മേളനം നടത്തിയതോടെ മുഖം നഷ്ടപ്പെട്ടത് CPIക്കും ശാസ്ത്ര സാഹിത്യ പരിഷത്തിനുമാണ്. CPM വിരുദ്ധ മാധ്യമങ്ങളിൽ തലക്കെട്ടും പബ്ലിസിറ്റിയും മോഹിച്ച് കാള പെറ്റെന്ന് കേട്ടയുടനെ കയറെടുക്കുകയായിരുന്നു ഇരുവരും. ഈ വിഷയത്തിൽ CPIയുടെ വാദങ്ങൾ പരിശോധിക്കുന്നതിന് മുമ്പ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക, അതായത് സംഘപരിവാർ നിർമ്മിക്കുന്ന പാഠപുസ്തകങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിൽ എത്ര കണ്ട് അടിസ്ഥാനമുണ്ട് എന്ന് ആദ്യം നോക്കാം. ഇക്കഴിഞ്ഞ ദിവസം ഒപ്പിട്ട MOUവിന്റെ പകർപ്പാണ് സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ പാഠ്യപദ്ധതി സംബന്ധിച്ച് പറയുന്ന ഭാഗം നമുക്ക് പരിശോധിക്കാം. MOUവിൽ 3-ാമത്തെ പേജിലാണ് ഇത് സംബന്ധിച്ച നിബന്ധനകളുള്ളത്. അതൊന്നൊന്നായി നമുക്ക് നോക്കാം. 1. സ്റ്റേറ്റ്സ് shall ensure implementation of innovative pedagogy, activity-based including experiential learning, art-based, sports-based, toy-based, storytelling-based pedagogy, etc. ഇതൊക്കെയാണ് 1-ാമത്തെ നിബന്ധന. നമുക്കറിയാം, നമ്മുടെ പാഠ്യപദ്ധതി എത്രയോ കാലമായി ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. 1997 പാഠ്യപദ്ധതി പരിഷ്കരണം മുതൽ കേരളത്തിലെ പാഠപുസ്തകങ്ങൾ പ്രക്രിയാധിഷ്ഠിതവും ശിശു കേന്ദ്രീകൃതവുമായിരുന്നു. ഈ കാഴ്ചപ്പാടോടുകൂടിയാണ് കേരളത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരണങ്ങളെല്ലാം നടന്നത്. അതുകൊണ്ട് തന്നെ PM ശ്രീ നിർദ്ദേശിക്കുന്ന ഇന്നവേറ്റീവ് പെഡഗോഗി കേരളത്തെ ബാധിക്കുന്ന ഒരു ക്ലോസേ അല്ല. ഇതിന്റെ ഭാഗമായി വേറെ പാഠപുസ്തകങ്ങൾ കേരളത്തിൽ അച്ചടിച്ച് പഠിപ്പിക്കേണ്ടി വരുന്നില്ല. 2. സ്റ്റേറ്റ് ഷാൽ എൻഷുർ ടു ഇംപ്ലിമെന്റ് സ്കൂൾ ബേസ്ഡ് അസസ്മെന്റ് ബേസ്ഡ് ഓൺ ലേണിംഗ് ഔട്ട്കംസ്. ഇതാണ് അടുത്ത നിർദ്ദേശം. ഇതും കേരളത്തിൽ പുതിയതല്ല. നമ്മുടെ സ്കൂളുകളിൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ പ്രാക്ടീസ് എത്രയോ കാലം മുമ്പേ തുടങ്ങിയതാണ്. നമ്മുടെ പാഠപുസ്തകങ്ങളെല്ലാം ഇത്തരത്തിൽ തയ്യാറാക്കപ്പെട്ടതാണ്. അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഈ അധ്യയന വർഷം മുതൽ, അതായത് PM ശ്രീ പദ്ധതി ഒപ്പിടുന്നതിന് മുമ്പ് എല്ലാ വിദ്യാലയങ്ങളിലും സമഗ്ര ഗുണമേന്മ പദ്ധതി നടപ്പിലാക്കാൻ ഉത്തരവും നൽകിയിട്ടുണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ്. 51 പേജുള്ള ആ ഉത്തരവിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ 1 മുതൽ 12 ക്ലാസുകൾ വരെയുള്ള കുട്ടികളുടെ സമഗ്രമായ വിദ്യാഭ്യാസ പുരോഗതി എങ്ങനെ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും എങ്ങനെ മെച്ചപ്പെടുത്തണമെന്നും വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്ലോസിന്റെ പേരിലും കേരളത്തിൽ പുതിയ പാഠപുസ്തകങ്ങൾ അച്ചടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി അടുത്ത ക്ലോസ് നോക്കാം. ഇൻ ദ സ്റ്റേറ്റ് IT ബേസ്ഡ് മോണിറ്ററിംഗ് ഓഫ് ലേണിംഗ് ഔട്ട്കംസ് ത്രൂ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് വിദ്യാ സമീക്ഷാ കേന്ദ്രാസ്. ഈ നിബന്ധനയും കേരളത്തിന് ബാധകമാണോ? IT സങ്കേതങ്ങൾ ഉപയോഗിച്ചുള്ള അധ്യയനം കേരളത്തിൽ എന്നേ നടപ്പാക്കിയതാണ്. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും 1 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ ഹൈടെക് ആക്കി. എല്ലാ ക്ലാസുകളിലും ലാപ്ടോപ്പും പ്രൊജക്ടറും ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ഷനും നൽകി. അതുകൊണ്ട് പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട ഈ ക്ലോസും കേരളത്തിന് പുതിയതല്ല. അടുത്തത് എന്താണ്? സ്റ്റേറ്റ് ഷാൽ വർക്ക് ഫോർ എൻഷുറിംഗ് സീറോ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് ഇൻ ഓൾ ഗ്രേഡ്സ്. കേരളത്തിലെ സ്കൂളുകളിൽ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് സംബന്ധിച്ച് 2025 ജനുവരി 3 ടൈംസ് ഓഫ് ഇന്ത്യ വാർത്തയാണ് നാം സ്ക്രീനിൽ കാണുന്നത്. ഇക്കൊല്ലം നാം 0% ഡ്രോപ്പ് ഔട്ട് എന്ന ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞു. ഇത് കേരളത്തിന്റെ അവകാശവാദമല്ല, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട കണക്കാണ്. അപ്പോൾ ഈ ക്ലോസും കേരളത്തിന് ബാധകമല്ല. കേരളത്തിലെ 2023 പാഠ്യപദ്ധതി പരിഷ്കരണം പൂർണ്ണമായും സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് അനുഗുണമായിട്ടായിരുന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉദാഹരണ സഹിതം വ്യക്തമാക്കി. NEP വന്നതിന് ശേഷം 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും പരിഷ്കരിച്ച ഏക സംസ്ഥാനം കേരളമാണ്. മതനിരപേക്ഷത, ശാസ്ത്രചിന്ത, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഊന്നിയ പാഠ്യപദ്ധതിയാണ് നാം ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം പാഠ്യപദ്ധതി പരിഷ്കരിച്ചിലൂടെ നടപ്പാക്കി. NCERT വെട്ടിമാറ്റിയ ഗാന്ധിവധവും മുഗളുടെ ചരിത്രവും അടക്കമുള്ള പാഠഭാഗങ്ങൾ അഡീഷണൽ പാഠപുസ്തകങ്ങളാക്കി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയും അതിൽ പരീക്ഷ നടത്തുകയും ചെയ്ത സംസ്ഥാനം കേരളം മാത്രം. ഇതേ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തന്നെയായിരിക്കും കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും തുടർന്നും പഠിപ്പിക്കാൻ പോകുന്നത്. NEP-യിൽ നമുക്ക് അംഗീകരിക്കാവുന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചിട്ടായിരുന്നു 2023 പാഠ്യപദ്ധതി പരിഷ്കരണമെന്ന് NCERT-യുടെ ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശും ആ പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചിരുന്നു. ഇവിടെ നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ സംഘപരിവാർ അജണ്ടയ്ക്കൊപ്പിച്ച് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് NCERT ആണ്. ആ പാഠപുസ്തകങ്ങളിൽ നിന്ന് അവർ ഗാന്ധിജിയെ ഒഴിവാക്കി, ശ്രീനാരായണ ഗുരുവിനെ ഒഴിവാക്കി, ഇന്ത്യ ചരിത്രം വളച്ചൊടിച്ചു. അങ്ങനെ 2023 പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെയും നിലപാട് എന്തായിരുന്നു? NCERT ഒഴിവാക്കിയ ഭാഗങ്ങൾ
പ്രത്യേകമായി അച്ചടിച്ച് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ സംവിധാനമുണ്ടാക്കി. അങ്ങനെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ സംഘപരിവാർ അജണ്ടയെ വെല്ലുവിളിച്ച സർക്കാരും മന്ത്രിയുമാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ എന്ത് പഠിപ്പിക്കണമെന്നും ഏത് പഠിപ്പിക്കണമെന്നും നിശ്ചയിക്കാനുള്ള അവകാശത്തെ നാം ആർക്കും അടിയറ വെച്ചിട്ടില്ല. ഓർക്കുക, അപ്പോഴും ദേശീയ വിദ്യാഭ്യാസ നയം പ്രചരിപ്പിക്കാനുള്ള ഉപാധിയായി കേന്ദ്ര സർക്കാർ കണ്ട സർവശിക്ഷാ അഭിയാന് കേരളം ഫണ്ട് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. ആ ഫണ്ട് സ്വീകരിക്കുമ്പോഴും നാം ഈ അജണ്ടയ്ക്ക് വഴങ്ങിയിട്ടില്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. 2022 ഒക്ടോബർ മുതൽ തന്നെ സമഗ്ര ശിക്ഷാ പദ്ധതി NEP നടപ്പാക്കാനുള്ള ഉപാധിയായി കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു. 2023 വരെ ആ ഫണ്ട് വാങ്ങുമ്പോഴും കേരളം നമ്മുടെ സംസ്ഥാന താല്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ മൂല്യങ്ങൾക്കും അനുസരിച്ചാണ് പദ്ധതികൾ നടപ്പാക്കിയത്. അതേ നയം മാത്രമേ ഇപ്പോഴും തുടരുന്നു. അപ്പോൾ പിന്നെ എന്താണ് CPIയുടെ വിമർശനങ്ങൾ? PM ശ്രീയിലെ കാണാച്ചരടുകൾ എന്ന തലക്കെട്ടിൽ OK ജയകൃഷ്ണൻ 2025 ഒക്ടോബർ 20 ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിലെ വാദങ്ങളാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. ആദ്യത്തെ വാദം ഇങ്ങനെയാണ്: PM ശ്രീ ഒപ്പുവെച്ചാൽ നടപ്പാക്കുന്ന വിദ്യാലയം NEP അനുസരിച്ച് പാഠ്യപദ്ധതിയും കേന്ദ്ര പുസ്തകങ്ങളും പഠിപ്പിക്കണം. അതിന്റെ മേൽനോട്ടവും നിയന്ത്രണവും കേന്ദ്ര ഏജൻസിക്കാകുമെന്ന് പദ്ധതി നടത്തിപ്പിന്റെ 6 തൂണുകൾ എന്ന തലക്കെട്ടിൽ പദ്ധതി രേഖയിൽ എണ്ണമിട്ട് നിരത്തുന്നു. ഈ വിമർശനം വസ്തുതാപരമാണോ? 6 തൂണുകളിൽ നാട്ടിയിരിക്കുന്ന നിബന്ധനകൾക്ക് ഈ MOU ഒപ്പുവെക്കലിലൂടെ കേരളം വഴങ്ങിയിട്ടുണ്ടോ? കേരളം ഒപ്പുവെച്ച MOUവിൽ കേന്ദ്രം നിർദ്ദേശിക്കുന്ന പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും പഠിപ്പിക്കണമെന്ന് MOUവിൽ പ്രത്യേകമായി വ്യവസ്ഥ ചെയ്തിട്ടേയില്ല. ഇനി പദ്ധതിയുടെ മേൽനോട്ടവും നിയന്ത്രണവും ജനയുഗം ലേഖനത്തിൽ പറയുന്നത് പോലെ കേന്ദ്ര ഏജൻസിക്കാണോ? അല്ലേ അല്ല. സ്കോപ്പ് ഓഫ് MOU എന്ന തലക്കെട്ടിൽ ഇങ്ങനെ പറയുന്നു: ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ സ്കീം shall be the responsibility of the implementing agency, that is the General Education Department, Government of Kerala. കേരളത്തിൽ പദ്ധതി നടത്തിപ്പിന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനാണ്. അല്ലാതെ ജനയുഗം പറയും പോലെ CPI ആക്ഷേപിക്കും പോലെ കേന്ദ്ര ഏജൻസിക്കല്ല. ലേഖനത്തിൽ ഇങ്ങനെ കൂടി പറയുന്നു: ചുരുക്കത്തിൽ ഇതിൽ, അതായത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസത്തിൽ 2 തരം വിദ്യാലയങ്ങൾ സൃഷ്ടിക്കപ്പെടും. PM ശ്രീ സ്കൂളുകളുടെ നിയന്ത്രണം സംസ്ഥാന സർക്കാരിന് നഷ്ടമാകും. അസംബന്ധമല്ലേ ഈ വിമർശനം? കേരളം ഒപ്പുവെച്ച ആ MOU വായിച്ചാൽ അങ്ങനെ അല്ല എന്ന് നമുക്ക് ബോധ്യമാകും. പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത് എന്നാണ് കരാറിൽ MOUവിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടിൽ തപ്പുന്നത് പോലെയാണ് CPIയുടെ വിമർശനം. ജനയുഗം ലേഖനം പരത്താൻ ശ്രമിക്കുന്ന ആശങ്ക അസ്ഥാനത്താണെന്ന് ഈ MOU ഒരു തവണ വായിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. പിന്നെ എന്തിന്റെ പേരിലാണ് CPI ഈ ആദർശ കളി കളിക്കുന്നത്? പാഠപുസ്തകങ്ങളുടെ വർഗീയവൽക്കരണം, സ്കൂളുകളുടെ നിയന്ത്രണം കേന്ദ്രം കൈക്കലാക്കൽ, കമേഴ്ഷ്യലൈസേഷൻ, ഈ 3 കാര്യങ്ങളുടെ പേരിലാണ് ഇടതുപക്ഷം ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്നത്. CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. നരേന്ദ്രമോദി നയിക്കുന്ന ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ രംഗത്തെ നയം വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കുകയാണ് ഒന്ന്, മറ്റൊന്ന് സകലതും കേന്ദ്രീകരിക്കുകയാണ്, മറ്റൊന്ന് വർഗീയവൽക്കരിക്കുകയാണ്. 3 C ആണ്: സെൻട്രലൈസേഷൻ, കമ്മ്യൂണലൈസേഷൻ, കമേഴ്സ്യലൈസേഷൻ. ഈ പറഞ്ഞ MA ബേബി വിശദീകരിച്ചതിൽ ഏതിനാണ് മന്ത്രി ശിവൻകുട്ടിയും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പും CPMന്റെയോ ഇടതുപക്ഷത്തിന്റെയോ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായി പ്രവർത്തിച്ചത്? SSAക്ക് ഫണ്ട് വാങ്ങുമ്പോഴും RSS അജണ്ട കുത്തി നിറച്ച പാഠപുസ്തകങ്ങളല്ല കേരളത്തിൽ പഠിപ്പിക്കുന്നത്. അവർ അജണ്ട നിശ്ചയിച്ച് ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ ഇവിടെ പ്രത്യേക പാഠപുസ്തകമായി അച്ചടിച്ചു പഠിപ്പിക്കുകയും ഇനിയും വേണ്ടി വന്നാൽ അത് ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ ഇടതുപക്ഷം എതിർക്കുന്ന കമ്മ്യൂണലൈസേഷന് ഇവിടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വഴങ്ങിയിട്ടേയില്ല. രണ്ടാമത്തെ ഇടതുപക്ഷ വിമർശനം സ്കൂളുകളുടെ നിയന്ത്രണം, നമ്മുടെ സ്കൂളുകളുടെ നിയന്ത്രണം കേന്ദ്ര സർക്കാർ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. ആ അധികാരം സ്വന്തം കയ്യിൽ തന്നെ വെച്ചുകൊണ്ടാണ്, അങ്ങനെ ഒരു ക്ലോസ് എഴുതി ചേർത്തുകൊണ്ടാണ് PM ശ്രീ പദ്ധതി നടത്തിപ്പ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനായിരിക്കും എന്ന് പ്രത്യേകമായി വ്യവസ്ഥ ചെയ്തുകൊണ്ടാണ് കേരളം PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. എന്ന് വെച്ചാൽ കേന്ദ്രീകരണത്തിന്റെ കാര്യത്തിലും ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നിലപാടിന് V ശിവൻകുട്ടി വഴങ്ങിയിട്ടില്ല. പിന്നെ ഇതിലെവിടെയാണ് കമേഴ്ഷ്യലൈസേഷൻ? അപ്പൊ പിന്നെ എന്തിന്റെ പേരിലാണ് CPI ഈ ചാട്ടമൊക്കെ ചാടുന്നത്? ഇടതുപക്ഷത്തിന്റെയും CPIMന്റെയും നിലപാടിന് നിരക്കുന്ന രീതിയിൽ ഈ കരാർ ഒപ്പുവെക്കാൻ V ശിവൻകുട്ടിക്ക് CPIയുടെ മന്ത്രിമാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? LDFൽ ഇത് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഏതെങ്കിലും തരത്തിൽ നയവ്യതിയാനമുണ്ടെങ്കിൽ മാത്രമല്ലേ ആ ചർച്ചയും ആ അംഗീകാരവും ഒക്കെ വേണ്ടതുള്ളൂ. വിഷയം PM ശ്രീ പദ്ധതി മാത്രമല്ല എന്ന് CPIക്ക് അറിയാത്തതല്ല. ആ പദ്ധതിയിൽ ഒപ്പിട്ടില്ല എന്നതിന്റെ പേരിൽ
കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ടിന്റെ ഗുണഭോക്താക്കൾ ആരെന്ന് വിദ്യാഭ്യാസ മന്ത്രി അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. 40 ലക്ഷത്തോളം വരുന്ന പാർശ്വവൽകൃത വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികളെയാണ് ഇത് നേരിട്ട് ബാധിക്കുന്നത്. അതാണ് പ്രശ്നം. അതിൽ 5,61,000 പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങളാണ്. 1,08,000 ഭിന്നശേഷി കുട്ടികൾക്കുള്ള പ്രത്യേക പിന്തുണയാണ്. അവരുടെ തെറാപ്പി സൗകര്യങ്ങളാണ്. അവർക്ക് വേണ്ട സഹായ ഉപകരണങ്ങളാണ്. ഇതൊക്കെ വാങ്ങി നൽകുന്നതിനെ ബാധിക്കുന്ന ഫണ്ട് നിഷേധമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. അതുപോലെ വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ചുള്ള സൗജന്യ യൂണിഫോം, പാഠപുസ്തകങ്ങൾ, പെൺകുട്ടികൾക്കുള്ള അലവൻസുകൾ, പ്രീ പ്രൈമറി വിദ്യാഭ്യാസം, അധ്യാപക പരിശീലനം, പരീക്ഷാ നടത്തിപ്പ് തുടങ്ങി പൊതുവിദ്യാഭ്യാസത്തിന്റെ നട്ടെല്ലായ പ്രവർത്തനങ്ങളെയാണ് ഈ ഫണ്ടിന്റെ അഭാവം തകർക്കുന്നത്. ആ യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് CPIയുടെ പരിഗണനാ വിഷയമാകാത്തത്? ഇവരാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഒരു വശത്ത് ഈ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കുക, മറുവശത്ത് ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ, ആവർത്തിച്ചു പറയുന്നു, ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ട കരാർ പ്രകാരം RSS അജണ്ടയോടെ തയ്യാറാക്കിയ പാഠപുസ്തകങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിക്കില്ല. പദ്ധതിയുടെ നടത്തിപ്പും നിയന്ത്രണവും നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് തന്നെയായിരിക്കും. അത് ഉറപ്പാക്കിക്കൊണ്ടാണ് PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടത്. ജനയുഗം ലേഖനത്തിലൂടെ CPI പരത്താൻ ശ്രമിക്കുന്ന ആശങ്കകൾ അസംബന്ധമാണ് എന്ന് നാം കണ്ടു. ഇതൊരു ചാമ്പ്യൻ കളിയാണ്. മാടമ്പള്ളിയിലെ യഥാർത്ഥ ആദർശ രോഗി തങ്ങളാണെന്ന് തെളിയിക്കാനുള്ള ഒരു അഭ്യാസം, അതിനുള്ള നാടകമാണ് ഈ PM ശ്രീയിൽ കളിക്കുന്നത്. ഈ കരാർ ഒപ്പിട്ടതോടെ കേരളത്തിന് കിട്ടാൻ ധാരണയായത് 971 കോടിയാണ്. നിലവിൽ കേന്ദ്രം സമഗ്ര ശിക്ഷയ്ക്ക് നൽകാമെന്ന് ധാരണയായിട്ടുള്ളത് 971 കോടി രൂപയാണ് ഇന്നലെ ധാരണയായത്. ആ തുക ഉപയോഗിച്ച് 5,61,000 പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങളും 1,08,000 ഭിന്നശേഷി കുട്ടികൾക്ക് തെറാപ്പി സൗകര്യങ്ങളും സഹായ ഉപകരണങ്ങളും വാങ്ങി നൽകണ്ടെന്നാണോ ബിനോയ് വിശ്വം കൽപ്പിക്കുന്നത്? അതോ ഈ പണം ഉറപ്പുവരുത്തിയ കരാർ തിരിച്ചു വാങ്ങി വലിച്ചു കീറി കളയണമെന്നാണോ കൽപ്പന? എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം? ഇന്ന് വി ശിവൻകുട്ടി ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രധാന കാര്യമുണ്ട്. NEP അതായത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാമെന്ന് സമ്മതിച്ചുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് PM ഉഷ പദ്ധതിയിൽ നിന്ന് ഫണ്ട് ഒപ്പിട്ട് വാങ്ങിയത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് PM ഉഷ പദ്ധതിയിൽ ഒപ്പിട്ടതും NEP നടപ്പാക്കാമെന്ന വ്യവസ്ഥയോടെയാണ്. എന്നിട്ടും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. അവിടെയും നടപ്പാക്കിയതോ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ നിർദ്ദേശിച്ച നമ്മുടെ കാഴ്ചപ്പാടുകളും. NEP നടപ്പാക്കാമെന്ന വ്യവസ്ഥ അംഗീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് PM ഉഷ പദ്ധതിയിൽ ഒപ്പുവെച്ചപ്പോൾ CPI എന്ത് ചെയ്യുകയായിരുന്നു? ഉറങ്ങിപ്പോവുകയായിരുന്നു. അന്നത് LDFിൽ ചർച്ച ചെയ്യേണ്ടതില്ലായിരുന്നു. ആരെ പറ്റിക്കാനാണ് ഇവരുടെ ഈ നാടകം കളി? ഇത് ബിനോയ് വിശ്വത്തിന്റെ ഒരു PR അഭ്യാസമാണ്. അദ്ദേഹം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടാക്കണം, CPMനെ തിരുത്താൻ കെൽപ്പുള്ള ഒരു CPI സെക്രട്ടറി എന്ന ഇമേജ് ഉണ്ടാക്കണം. പക്ഷെ PM ഉഷ പദ്ധതിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടപ്പോൾ അദ്ദേഹം ഉറങ്ങിപ്പോയിരുന്നു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ ഒരുങ്ങിയപ്പോൾ ആരോ വിളിച്ചുണർത്തി. പിന്നെ പന്തലായി, പ്രസ്താവനയായി, ഗോഗ്വ വിളിയായി, ചാനൽ ചർച്ചയായി, പെട്രോമാക്സ് ആയി, അന്ത്യശാസനം കൊടുക്കലായി, മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന വെല്ലുവിളിയായി. ആ കപടനാടകം കളിയുടെ മർമ്മത്താണ് വി ശിവൻകുട്ടി പത്രസമ്മേളനത്തിലൂടെ ഒരു ചവിട്ടിത്തിരുമൽ ചികിത്സ നടത്തിയത്. 2 കാര്യങ്ങൾ അദ്ദേഹം സുധീരമായി പ്രഖ്യാപിച്ചു. 1, NEPയുടെ വർഗീയ കേന്ദ്രീകരണ അജണ്ടയ്ക്ക് കീഴടങ്ങില്ല. 2, അതിന്റെ പേരിൽ ഫണ്ട് വേണ്ടെന്ന് വെച്ച് കുട്ടികളെ പ്രതിസന്ധിയിലാക്കില്ല. അതോടുകൂടി പൊളിഞ്ഞു പാളീസായത് പാവപ്പെട്ട കുട്ടികളെ ബന്ദികളാക്കി ബിനോയ് വിശ്വം ആടിയ കപട നാടകമാണ്. കപട നാടകം കളിക്കലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ചെയ്യേണ്ടത്. വിമർശനം വസ്തുതാപരമാണെങ്കിൽ അത് കേൾക്കാനും ഉൾക്കൊള്ളാനും ആളുണ്ടാകും. വിമർശനം പൊയ്വടിയാണെങ്കിൽ, ആളാകാനുള്ള അഭ്യാസമാണെങ്കിൽ എത്ര തന്നെ മാധ്യമ പരിലാളനയും രാഷ്ട്രീയ ശത്രുക്കളുടെ പിന്തുണയും ലഭിച്ചാലും ക്ലൈമാക്സ് പരിഹാസ്യമാകും. കാനം രാജേന്ദ്രനേക്കാൾ കേമനാണ് താനെന്ന് തെളിയിക്കാൻ ഇത്തരം അഭ്യാസമുറകളുമായി ഇറങ്ങുമ്പോൾ പണ്ട് സാക്ഷാൽ VS അച്യുതാനന്ദൻ തനിക്ക് ചാർത്തി തന്ന വിശേഷണം മലയാളി മറന്നിട്ടില്ലെന്ന് ബിനോയ് വിശ്വം ഓർക്കുന്നത് നന്ന്. പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വിമർശനത്തെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഉണ്ടാവുക. UPI IDയും QR കോഡും പുതുക്കി സാമ്പത്തിക സഹായത്തിനുള്ള അഭ്യർത്ഥന പിന്നാലെ വരുന്നതാണ്. ഇപ്പോൾ അതിനൊരു ഇടവേള. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.